ഗൈസിൻ്റെ പുതുവിളിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അയം ഫാം കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഗിയറപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ അയം ഫാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അയണും കാര്യങ്ങളും എടുത്തായിരുന്നു. പിന്നെ നമ്മൾ ആ സ്ഥലം ഒന്ന് കുഴിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഷവല് കാര്യങ്ങൾ പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഷവല് എടുക്കാൻ വേണ്ടി ചെസ്റ്റിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ചെസ്റ്റ് തൊട്ട് നമ്മുടെ അയൺ എടുത്തിട്ട് നമ്മുടെ ഷവല് കാര്യങ്ങൾ ഉണ്ടാക്കണം. ഷവല് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 7x7 ബ്ലോക്ക് ഒന്ന് കുഴിക്കണം. കുറച്ച് ലെങ്തി ആണോ എന്ന് സംശയമില്ലല്ലോ. അല്ല. അപ്പം നമുക്ക് ഇതൊന്ന് മുറിച്ച് വയ്ക്കാം. ഇത് മുറിച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. ഇത് മുറിക്കുമ്പോൾ തന്നെ സമയം കുറേ ആവുമെന്ന് തോന്നുന്നത്. നമുക്കിത് പെട്ടെന്ന് മുറിക്കാം. നമ്മളിപ്പോൾ മുറിച്ച് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് മുറിച്ച് കഴിക്കാം. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈകി പറയാം. ഇതൊന്ന് മുറിച്ച് കഴിയാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ കട്ടാക്കാത്തതെന്ന് വെച്ചാൽ ലെങ്ത് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ കട്ടാക്കാതെ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ഇതൊന്ന് പറഞ്ഞ് മാറ്റിക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ആക്കാം. എന്നിട്ട് ഡേർട്ടുള്ള സ്ഥലത്ത് എല്ലാം മൂടണം. നമുക്ക് ഡേർട്ടൊന്നും എടുക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, സെറ്റ്. നമുക്ക് ഡേർട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ഡേർട്ട് കാര്യം ഇടാൻ പോവാണ്. അവിടെ ഇട്ടിട്ടുണ്ട് കാര്യങ്ങൾ. ഇട്ടിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളി 7x7 എടുക്കണം. 7x7 1 2 3 4 5 6 7. എന്നിട്ട് അപ്പുറത്തേക്ക് 1 2 3 4 5 6 7 8. അയ്യോ, 8 ഒന്നും എടുക്കണ്ടല്ലോ. 7 എടുത്ത കൈസ്. അറിയാതെ തെറ്റിപ്പോയി കൈസ്. നമ്മൾ കണ്ട കൈസ്, അറിയാതെ എടുത്തുകൊണ്ട് പോയി. നമ്മൾ എപ്പോഴും ബ്ലോക്ക് എണ്ണുമ്പോൾ ഫസ്റ്റ് 2 എണ്ണം ഇങ്ങനെ 2 3 4 5 6 അങ്ങനെ എണ്ണം കൈസ്. അല്ലെങ്കിൽ തെറ്റിപ്പോയി എപ്പോഴും. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ബ്ലോക്ക് എന്തായാലും 7 വേണം. അതിന് 2 3 4 5 6 7 അങ്ങനെ തന്നെ മതി. അതിന് ശേഷം നമുക്ക് 2 ബ്ലോക്ക് മുറിക്കണം. ഇതുപോലെ 2 ബ്ലോക്ക് മുറിക്കണം. അതൊന്ന് കുറച്ച് ഇതാണ്. ഈ 2 ബ്ലോക്ക് മുറിക്കണം. അപ്പോൾ ഇത് മുറിക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സാധനം മുറിക്കാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവിടെ 1 2 അവിടുത്തെ 3 കട്ടയാവണം. ഞാനിപ്പോൾ 3 കട്ടയാക്കിയിട്ടുണ്ട്. ഇനി ശേഷം ഇതുപോലെ ആക്കണം. നമ്മൾ കട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം ഇതുപോലെ ആക്കാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചതുരത്തിൽ ഇതുപോലെ ആക്കണം. നമുക്ക് ചതുരം ആക്കട്ടെ ഒരു മിനിറ്റ്. ഇതുപോലെ ആക്കണം. നിങ്ങൾക്ക് മനസ്സിലായി? 3 എണ്ണം ആക്കിയ ശേഷം ഇതുപോലെ ആക്കണം. എന്നിട്ട് ഇപ്പോൾ 1 അല്ലേ, അതിന് ശേഷം ഒന്നും കൂടെ 1 എണ്ണോ, എന്നിട്ട് 5 ആവാം. പക്ഷേ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. നമ്മൾ അയം ഫാം ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതാ നമ്മൾ റെൻഡർ ഡിസ്റ്റൻസ് കാര്യം കുറയ്ക്കാൻ വേണ്ടിയാണ് എടുത്തത്. നമ്മുടെ അയം ഫാം പക്കയായിട്ട് വർക്കിംഗ് ആണ്. നമ്മളിപ്പം ഒരയണ് ഇപ്പം എങ്ങനെ കുറച്ചാവും കാണാൻ. നമ്മൾ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കണം. എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിൽ വരും. അയ്യോ, നമ്മുടെ അയൺ ഇങ്ങനത്തെ ഉണ്ടാവുന്നതാണ്. ബ്ലോക്ക് മുറിക്കണം. ഗൈസ് കണ്ട അയനൊക്കെ വന്നായിരുന്നു, നമ്മൾ കണ്ടില്ലായിരുന്നു. ആ ഭാഗം അങ്ങ് മിക്സായിപ്പോയി. അപ്പോൾ ഗൈസ് നമ്മുടെ അയം ഫാം പക്കായിട്ട് വർക്കിംഗ് ആണ്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ കട്ടാക്കിയെന്ന് വെച്ചാൽ കുറേ വില്ലേജർ ആക്കണമായിരുന്നു. അപ്പോൾ ബ്രീഡ് ചെയ്ത് ഞാൻ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. വൈകുന്നേരം ഒരു 3:30 സമയത്തായിരുന്നു ബ്രീഡ് ചെയ്ത് എല്ലാം സെറ്റാക്കിയത്. അതിന് മറ്റേ മൺകട്ട ഉണ്ടായിരുന്നു, അതിന് പൊളിച്ച് ഫ്ലച്ചിങ് ടേബിൾ ഇല്ല, അതാക്കണമായിരുന്നു. അതും കുറേ ആക്കി. പിന്നെ 20 ബെഡ്, അതൊക്കെ കുറേ ലെങ്ത്ത് ഇരുന്നു. ഇത് അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങനെ ആക്കിയിട്ട് കുറേ ലെങ്ത്ത് ഇതായി. അപ്പം ഞങ്ങൾ വീഡിയോ റെക്കോർഡർ ഒന്ന് ഓഫാക്കി, അല്ലെങ്കിൽ സ്റ്റോറേജും കൂടെ തീരും. അതുകൊണ്ടാണ് നിർത്തിയത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അയം ഫാമിലെ നമ്മുടെ അയണില്ലേ, അതിങ്ങനെ ഇത് അപ്പുറത്ത് ആവാതിരിക്കാൻ വേണ്ടിയാണ് വെച്ചത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇവിടെ പോയി ഇവിടെ എന്തിനു ഞാൻ വന്ന് എന്തോ നമ്മൾ ഇവിടെ ഒന്ന് ബെഡ് വെക്കട്ടെ ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, അതായത് ഇവിടെ വെച്ച് ബെഡ് നമുക്ക് പിന്നെ വെക്കാം. അവിടെയാണ് ബെഡ്, ഞാൻ കരിമറന്നു പോയി. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡ് നാക്കാം. ബ്രെഡ് ആക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഈ സാധനം ഉണ്ടാക്കാം. നമുക്ക് ഇത് പറഞ്ഞ പോലെ ഉണ്ടാക്കാം, നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഇല്ലാത്ത സാധനം നമ്മൾ ഉണ്ടാക്കണം, അതാണ് നമ്മുടെ മെയിൻ ഇത്. അപ്പം നമുക്ക് ഇതില്ല, ഈ സാധനമാണ് ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അതും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ പേരെന്തായിരുന്നു, എനിക്ക് ഈ ലീവ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്. നിങ്ങൾക്ക് ഏത് ലീവ്സ് വേണമെങ്കിൽ വെക്കാം, വെച്ചാൽ സ്പോൺ ആവത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ലീഫ് ഇവിടെ വെക്കല്ല, അല്ലെങ്കിൽ ലീഫ് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ തീ കത്തിപ്പോവും ലീഫ്. നിങ്ങൾക്കറിയില്ല ലീഫൊക്കെ തീ കത്തിപ്പോകുന്ന കാര്യം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെക്കാത്ത. അല്ലെങ്കിൽ വെച്ചേനെ, അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, ലീഫ് കത്തിപ്പോയി എന്താ ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഫുൾ ലീവ്സ് വെക്കാം. നമുക്ക് വീണ്ടും 2 പ്രാവശ്യം ലീവ്സ് കുഴപ്പമില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കുക, അങ്ങനെ വെക്കുക. അങ്ങനെ വെച്ചാൽ നമ്മുടെ പൂച്ച സാറൊക്കെ ഇങ്ങോട്ടൊന്നും സ്പോൺ ആവത്തില്ല, അപ്പുറത്തേക്ക് സ്പോൺ ആവത്തുള്ളൂ. അത് നല്ല കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫാം, അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടാറ്റ.